നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മുടെ സൊസൈറ്റി ഇവോൾവ് ചെയ്ത് വരികയാണ്. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം പോസ്റ്റ് മോഡേൺ യുഗം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഇഷ്യൂസും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഇഷ്യൂസ് പ്രധാനമായും കാണുന്നത് പ്രത്യേകിച്ച് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വിലയിരുത്തപ്പെടുന്ന രണ്ട് മാനസിക ബുദ്ധിമുട്ടുകളാണ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ആണ്. ഒന്ന് ലോൺലിനെസ്സും അതുപോലെ തന്നെ മീനിങ്ലെസ്നെസ്സും എന്ന് പറയും. അതായത് ഏകാന്തത എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റ് മോഡേൺ യുഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. അതുപോലെ തന്നെ ജീവിതത്തിന് ഒരു അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ലോൺലിനെസ് വരുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോ എല്ലാ ആൾക്കാർക്കും അല്ലെങ്കിൽ പ്രത്യേകിച്ച് യങ്ങർ ജനറേഷൻസിനൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വെർച്വൽ വേൾഡിൽ അവര് വളരെയേറെ കണക്റ്റഡ് ആണ്. അവരുടെ ഇൻസ്റ്റന്റ് മെസ്സേജിങ് ആപ്പുകൾ നോക്കിയാലും അതിനകത്ത് ധാരാളം ഫ്രണ്ട്സ് ലിസ്റ്റ് കാണും, ധാരാളം ഗ്രൂപ്പുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാലും ധാരാളം പേജസ് ഒക്കെ ഉണ്ടാവും, ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സ് തുറന്ന് ആത്മാർത്ഥമായിട്ട് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റിയ ആൾക്കാരെ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ പെരിഫറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഔട്ടർ സർക്കിളിൽ ധാരാളം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്നർ സർക്കിളിലേക്ക് ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ടാണ് ഇന്റർനാഷണലി തന്നെ വിലയിരുത്തുന്നത്. ജപ്പാൻ അതുപോലെ തന്നെ UK പോലുള്ള രാജ്യങ്ങൾ അവരുടെ മിനിസ്ട്രിയിൽ ഒരു മിനിസ്ട്രിയും ഉണ്ട് എന്നാണ് പറയുന്നത്, ലോൺലിനെസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ലോൺലിനെസ് എന്ന് പറയുന്നത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് അഡ്രസ് ചെയ്യേണ്ട ഒരു പോസ്റ്റ് മോഡേൺ ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ്, മാരിറ്റൽ റിലേഷൻഷിപ്പ് ഒക്കെ കുറെ കൂടെ ബെറ്റർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുകയാണെങ്കിലും, നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ആണെങ്കിലും ഓണസ്റ്റ് ആയിട്ടും സീരിയസ് ആയിട്ടും സിൻസിയർ ആയിട്ടും കാണുകയാണെങ്കിലും കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ഇന്റഗ്രിറ്റി ഉള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ട് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം ആണ് മീനിങ്ലെസ്നെസ് എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആൻസർ കൊടുക്കാൻ കഴിയാതിരിക്കുക എന്നുള്ളത്. അപ്പോ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ എയിം ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മളെ ജീവിതം മുന്നോട്ടേക്ക് കണ്ടക്ട് ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ മീനിങ് നമുക്ക് കിട്ടുന്നത് ഏറ്റവും പ്രധാനമായും നമ്മുടെ റോളുകള് പ്രയോറിറ്റൈസ് ചെയ്ത് തിരിച്ചറിയുകയും ആ റോളുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസും വോളണ്ടറിലി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്നുള്ളത് എക്സ്പെക്ട് ചെയ്തുകൊണ്ടല്ല, നമ്മുടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസും മാക്സിമം ബെസ്റ്റ് ആയിട്ടും ഓണസ്റ്റ് ആയിട്ടും ഫെയ്ത്ത്ഫുൾ ആയിട്ടും സിൻസിയർ ആയിട്ടും ചെയ്യുകയും അത് കൂട്ടിക്കൊണ്ടുവരികയും നമ്മുടെ പാർട്ട് ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്നതിനകത്ത് ഒരു ഫുൾഫിൽമെന്റും സാറ്റിസ്ഫാക്ഷനും കണ്ടെത്താൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിന് ഒരു സിഗ്നിഫിക്കൻസും മീനിങ്ങും ഒക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയുന്നത്. ഈ റെസ്പോൺസിബിലിറ്റിയും മീനിങ്ങും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. അല്ലാതെ നമ്മുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടാതെ നമ്മുടെ പാർട്ട് ബെസ്റ്റ് ആയിട്ട് ചെയ്യുകയും, കാരണം വേറൊരാളുടെ ബിഹേവിയറിനകത്ത് നമുക്കൊരു കൺട്രോളും ഇല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ കൺട്രോൾ നമ്മുടെ ബിഹേവിയറിലും നമ്മുടെ തോട്ട്സിലും ആണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും അങ്ങനെ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതിന് ഒരു സിഗ്നിഫിക്കൻസും മീനിങ്ങും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മുടെ ഫാമിലി, ആ മാരിറ്റൽ ലൈഫാണ് നമുക്ക് ഹയസ്റ്റ് ആയിട്ടുള്ള മീനിങ് കിട്ടുന്നതിനുള്ള ഒരു സോഴ്സ്. ഇപ്പോ നമ്മുടെ പോസ്റ്റ് മോഡേൺ ജനറേഷൻ ചിന്തിക്കുന്നത് കരിയറാണ് ഹയസ്റ്റ് സോഴ്സ് ഓഫ് മീനിങ് ഇൻ ലൈഫ് എന്നാണ്. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എപ്പോഴും ഹയസ്റ്റ് സോഴ്സ് ഓഫ് മീനിങ് എന്ന് പറയുന്നത് മാരിറ്റൽ ഫാമിലി ലൈഫാണ്. അപ്പോൾ അതിന് ഹയർ ആയിട്ടുള്ള പ്രയോറിറ്റി കൊടുക്കുകയും തുടർന്നുള്ള മറ്റ് പ്രയോറിറ്റികൾ അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും അങ്ങനെ നമ്മുടെ റോളുകളെ ബെസ്റ്റ് ആയിട്ട് പ്ലേ ചെയ്യും, ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും ബെസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈഫ് ഉണ്ടാക്കാനായിട്ട് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ബ്ലെസ്ഡ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. News meets entertainment and entertainments meets news.
വാച്ച് സാക് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.